നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 31 എല്ലാവർക്കും സ്വാഗതം. ഉപനിഷദ്ദ്രഷ്ടാക്കൾക്ക് പോലും അറിയപ്പെടാൻ കഴിയാത്ത മഹിമയോട് കൂടിയവയും സത്യജ്ഞാന അനന്താനന്തര സ്വരൂപികളുമായ എണ്ണമറ്റ ശ്രീകൃഷ്ണമൂർത്തികളെ ബ്രഹ്മാവ് ഏകകാലത്തിൽ കണ്ട് സംഭ്രമിച്ചു. അത്യാശ്ചര്യകരമായ തേജോവിശേഷത്തോടു കൂടിയ ആ മൂർത്തികളുടെ ദർശനത്താൽ തൻ്റെ മനസ്സുൾപ്പെടെയുള്ള 11 ഇന്ദ്രിയങ്ങളും മായാതീതനും അചിന്യമഹിമാവും സ്വയം പ്രകാശനും സച്ചിദാനന്ദ സ്വരൂപനും നേതി നേതി എന്ന ശ്രുതിവാക്യങ്ങളാൽ പ്രതിപാദ്യനുമായ ഭഗവാൻ ഇപ്പോൾ തനിക്ക് കാണിച്ചു തന്ന ദൃശ്യം എന്തെന്നൂഹിക്കാൻ പോലും ലോകസ്രഷ്ടാവിന് കഴിഞ്ഞില്ല. അനന്തവിഷ്ണു സ്വരൂപങ്ങളുടെ ഏകോപിച്ച പ്രഭാപുരത്തെ നോവിക്കാൻ പോലും ശക്തിയില്ലാത്ത മോഹപരവശനായി തളർന്നു നിൽക്കുന്ന ബ്രഹ്മാവിൽ സർവേശ്വരന് കാരുണ്യം തോന്നി. ഇത്രയും മതിയെന്ന് നിശ്ചയിച്ച് തൻ്റെ മായയെ പിൻവലിച്ചു. തൽക്ഷണം അമൃതവർഷമേറ്റാലെന്ന പോലെ ചതുർമുഖൻ മോഹത്തിൽ നിന്നും ഉണർന്ന് ദേഹബോധവും ബാഹ്യബോധവും ഉണ്ടായി 4 ഭാഗത്തും നോക്കി. സർവസമ്പദ് സമൃദ്ധവും ശ്രീയപ്പതിയുടെ ആവാസസ്ഥാനവും തന്മൂലം ജൈത്യാവൈരികളായ പ്രാണികൾ വൈരം മറന്ന് ഉറ്റ സുഹൃത്തുക്കളെ പോലെ വസിക്കുന്നതുമായ വൃന്ദാവനത്തെയും ഉണ്ണികൃഷ്ണനെയും മുൻപിൽ കണ്ടു. 1 സംവത്സരം മുൻപ് കയ്യിൽ ചോറുരുളയോടുകൂടി പ്രിയ വയസ്സരെയും വത്സങ്ങളെയും കാണാതെ തേടി നടന്നു മനം കലങ്ങിയ നന്ദബാലനെ അതേ അവസ്ഥയിൽ ഇപ്പോഴും കണ്ടു. കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളോട് കൂടിയ ഈ മഹാപ്രപഞ്ചം താൻ തന്നെ, തന്നിൽ നിന്നന്യമായിട്ടൊന്നുമില്ലെന്ന് കാണിച്ചു കൊടുത്ത ത്രിവിക്രമൻ ഇപ്പോൾ തന്നിൽ നിന്നന്യരായവരെ തേടി നടക്കുന്നു. സർവജഗത് കാരണനായ പൂർണ്ണബ്രഹ്മം താനൊരു ഗോപബാലൻ മാത്രമാണെന്ന് നടിക്കുന്നു. താൻ എങ്ങും നിറഞ്ഞവനാണെങ്കിലും 5 വയസ്സുള്ള ബാലനെ പോലെ ഓടിക്കളിക്കുന്നു. താൻ എല്ലാം അറിയുന്നവനാണെങ്കിലും ഒന്നും അറിയാത്തവനെ പോലെ ചങ്ങാതിമാരിൽ നിന്നും ഒറ്റപ്പെട്ട് പരിഭ്രമിച്ച് കലങ്ങിയ കണ്ണുകളോടെ കാണപ്പെടുന്നു. അപരിച്ഛിന്നൻ പരിച്ഛിന്നനെ പോലെ സഞ്ചരിക്കുന്നു. ബ്രഹ്മാണ്ടങ്ങളെയെല്ലാം ആട്ടിവെക്കുന്ന മായയ്ക്ക് അധിപനായ ലോകനാഥൻ കയ്യിൽ ചോറുരുളയും വെച്ച് കൊണ്ട് പരാധീനനായി നിൽക്കുന്നു. പക്ഷേ ഈ വിരോധാഭാസത്തെ നേരിട്ട് കണ്ട് ഭഗവാൻ ഇപ്പോൾ വഞ്ചിതനായില്ല. തൻ്റെ ഹംസവാഹനത്തിൽ നിന്നും പെട്ടെന്നിറങ്ങി ഭഗവാന്റെ പാദമൂലത്തിൽ വീണു സാഷ്ടാംഗം നമസ്കരിച്ചു. 4 ശിരസുകളിലെയും കിരീടങ്ങൾ കൊണ്ട് ഉണ്ണിക്കണ്ണന്റെ കുഞ്ഞിക്കാലുകളെ സ്പർശിച്ചു. ആ പൊന്നു തൃച്ചേവടികളെ ബാഷ്പാധാര കൊണ്ട് അഭിഷേകം ചെയ്തു. വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ടും മതി വന്നില്ല. കാരണം താൻ കണ്ട മഹാപ്രഭാവൈശ്വര്യങ്ങളുടെ ഉറവിടമായ പ്രഭുവിനെ എത്ര നമസ്കരിച്ചാൽ മതിയാകും? ഒടുവിൽ നമസ്കാരങ്ങളെ ഒരുവിധം മതിയാക്കി സാവധാനം എഴുന്നേറ്റ് നിന്ന് അത്യധികം വിനയാദരപൂർവം കൈവല്യനാഥനായ മുകുന്ദന്റെ തിരുമുഖത്തേക്ക് നോക്കി. അശ്രുക്കൾ ധാരധാരയായി പ്രവഹിച്ചു. ലജ്ജാഭാരത്താൽ തലതാഴ്ത്തി 2 കൈകളും മൂർധാവിൽ ചേർത്ത് നിന്നു. വികാരാവേശം ശമിച്ച് സംസാരിക്കാറായപ്പോൾ പ്രിയ ഭഗവാന്റെ ചരണകമലങ്ങളിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് അതിദയനീയ ഭാവത്തോടുകൂടി ഇടറിയ വാക്കുകളാൽ ഭക്തി തരളിതനായി സ്തുതിച്ചു.